ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇനി ഞാൻ വന്നിരിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പഞ്ചസാര പൊടിക്കാതെ തന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലോണം യോജിച്ച് കിട്ടണേ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്ത റവയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കലക്കിയെടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്തിട്ട് കലക്കിയെടുക്കുക. എനിക്കിത് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് മൈദയും വേണ്ടി വന്നു. നിങ്ങൾ കുറേശ്ശെ ഇട്ട് ചേർക്കുക കേട്ടോ. ചിലപ്പോൾ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് മാറ്റം വരാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഈ പരുവത്തിൽ വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മാവ് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൈ കൊണ്ട് ഇടുന്നത് തന്നെയാണ്. ഇത് മൂത്ത് വരുമ്പോഴേ നല്ല ഷേപ്പായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.